ശരി, ശ്രീ ശ്രീ പണിക്കർ, എന്തായാലും CAG റിപ്പോർട്ടിനെ മുഖവിലേക്ക് എടുക്കില്ല സർക്കാർ എന്ന കാര്യത്തിൽ സംശയമില്ല. അതേ രീതിയിലുള്ള പ്രതികരണങ്ങളും വന്നു കഴിഞ്ഞു. ഇത് BJP എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടാണ്. അതിൽ CAG പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിച്ചിട്ടില്ല, അതിൽ ഗുണനിലവാരത്തിന്റെ കാര്യത്തിലേക്ക് പോയിട്ടില്ല, അസാധാരണമായ സാഹചര്യം വിലയിരുത്തിയിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഡിഫൻസ് തീർക്കുന്നുണ്ട്. ഇത് ഓരോ സമയത്തും ഇത് ഉയർത്തിക്കൊണ്ടുവരും, അതിലൊന്നും കഴമ്പില്ല എന്നുള്ള കാര്യം മുൻ ആരോഗ്യമന്ത്രിയായ, ആ സമയത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നിസ്സാരവൽക്കരിക്കാവുന്ന ഒരു കാര്യമാണോ ഇത്? അസാധാരണമായ സാഹചര്യം എന്ന് സമ്മതിക്കാം, പക്ഷേ 300% വരെ വില കൂട്ടിയാണ് ഈ പർച്ചേസ് നടത്തിയിരിക്കുന്നത്. അവിടെ എത്ര രൂപയ്ക്കാണോ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേ വിലയ്ക്ക് തന്നെ നൽകുവാൻ കമ്പനികൾ ഉണ്ടായിരുന്നു. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡുമായിട്ട് ആ സമയത്ത് ധാരണയിലുള്ള കമ്പനികൾ ഉണ്ടായിരുന്നു. അവരെ തഴഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവരിൽ നിന്ന് വാങ്ങുന്നതിനൊപ്പമാണ് ഈ പറയുന്ന കമ്പനികളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് 1550 രൂപ വരെ വിലയിട്ട്. ശ്രീ മഞ്ജുഷ്, ഇതില് അസാധാരണമായ സാഹചര്യമാണ് എന്ന് നമുക്കറിയാം. അസാധാരണമായിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനുള്ള ന്യായം അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനങ്ങൾ മാത്രമേ എടുക്കാൻ കഴിയൂ എന്നാരും വാദിക്കാൻ പാടില്ല. കാരണം ഇവിടെ അസാധാരണമായ സാഹചര്യമായിരുന്നുവെങ്കിലും സാധാരണമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കാരണം സർക്കാർ നിശ്ചയിച്ചതിനേക്കാൾ കേവലം 5 രൂപ മാത്രം കൂടുതലായിട്ട് കൊടുത്ത് PPE കിറ്റ് നമുക്ക് വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കമ്പനിക്ക് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുത്തതാണ്. അവർക്ക് 25,000 PPE കിറ്റിന്റെ പർച്ചേസ് ഓർഡർ കൊടുത്തതിന് ശേഷം 10,000 എണ്ണത്തിന്റെ ഓർഡർ ഫുൾഫിൽ ചെയ്യുമ്പോഴേക്കും ബാക്കി 15,000-ൻ്റെത് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് അവരെക്കാൾ 3 ഇരട്ടി വില ഉണ്ടായിരുന്ന മറ്റൊരു കമ്പനി, ആ കമ്പനിയെ പറ്റി അന്ന് പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. ഈ കമ്പനി എവിടെയാണ് എന്നോ ഇവരുടെ പ്രവൃത്തി പരിചയം എന്താണ് എന്നതിനെക്കുറിച്ചോ ഒന്നും തന്നെ അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്ന് പറഞ്ഞതാണ്. അന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തിരുന്ന പല ഇടതുപക്ഷ സഹയാത്രികരും സാൻഫാർമ എന്ന പേരിനെ സൺഫാർമ എന്ന പ്രശസ്തമായിട്ടുള്ള കമ്പനിയായിട്ട് വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കമ്പനിക്ക് അവരുടെ പ്രവൃത്തി പരിചയം എന്താണ് എന്ന് നോക്കാതെ, അവരുടെ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ എന്താണ് എന്ന് പരിശോധിക്കാതെ വലിയൊരു ബൾക്ക് ഓർഡർ അവർക്ക് നൽകുകയാണ്. അവർക്ക് കൊടുത്തിരുന്ന ഓർഡർ 50,000 എണ്ണത്തിൻ്റെതായിരുന്നു. അപ്പോൾ സാഹചര്യം അസാധാരണമായിരുന്നുവെങ്കിലും സാധാരണ നിരക്കിൽ ഇവിടെ കിട്ടുമായിരുന്ന PPE കിറ്റ് ഓർഡറുകളെ വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് കേവലം 2 ദിവസത്തെ വ്യത്യാസത്തിൽ 3 ഇരട്ടി വിലയിൽ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്തതിനായിട്ട് സർക്കാർ ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പണം കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് സർക്കാരിന് താല്പര്യമുള്ള കമ്പനിയാണോ, മറ്റ് വഴിവിട്ട എന്തെങ്കിലും സഹായം അവർക്ക് നൽകിയിട്ടുണ്ടോ എന്ന കാര്യം നോക്കൂ. അതിലും പരസ്പര വിരുദ്ധമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. കാരണം സർക്കാരിന്റെ പർച്ചേസിന്റെ രീതി അനുസരിച്ച് ഒരു കമ്പനിക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കുമ്പോൾ അതിന്റെ 50% തുക അഡ്വാൻസ് കൊടുക്കാൻ മാത്രമേ നിയമം അനുവദിക്കുന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന സാൻഫാർമ എന്ന കമ്പനിക്ക് 15,000 PPE കിറ്റുകളുടെ ഓർഡർ കൊടുക്കുകയും എന്നിട്ട് അതിന്റെ മൊത്തം തുകയായിട്ടുള്ള 1550 രൂപ വെച്ചിട്ട് 2,32,00,000 രൂപ അവർക്ക് മൊത്തം മുൻകൂറായിട്ട് കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അതിനെപ്പറ്റി ഇന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീമതി KK ശൈലജയുടെ അതിന്റെ ഒരു പ്രതികരണമാണ് ഒന്നിലധികം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആ ഭാഗം ഇങ്ങനെയാണ്: ഫ്രണ്ട് ലൈൻ വർക്കർമാരെ സംരക്ഷിക്കുക എന്നതായിരുന്നല്ലോ ഏറ്റവും പ്രഥമ ഉത്തരവാദിത്തം. അതാണ് നിർവഹിച്ചത്. ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നറിയില്ലേ? അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് മുഴുവൻ തുകയും നൽകിയത്. നോക്കുക, അടിയന്തര സാഹചര്യം പരിഗണിച്ചാണ് മുഴുവൻ തുകയും നൽകിയത്. CAGക്ക് വ്യക്തത ലഭിച്ചില്ലെങ്കിൽ സർക്കാർ വ്യക്തത നൽകും എന്ന് KK ശൈലജ പറഞ്ഞു. അപ്പൊ അടിയന്തരമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്, അത് കണക്കിലെടുത്ത് മുഴുവൻ തുകയും നൽകി എന്നാണ് പറയുന്നത്. ഇനി CAGയുടെ റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ CAG റിപ്പോർട്ടിൽ സർക്കാരിന്റെ വാദം പറയുന്നുണ്ട്. അവിടെ അടിയന്തര സാഹചര്യം ആയതുകൊണ്ട് മൊത്തം തുകയും അഡ്വാൻസ് കൊടുത്തു എന്നല്ല പറയുന്നത്. പകരം ഈ കമ്പനി സാൻഫാർമ സർക്കാരിന് കൊടുത്തിരിക്കുന്ന ലെറ്റർ ഓഫ് ഇന്റന്റ് ഉണ്ട്. ആ ലെറ്റർ ഓഫ് ഇന്റന്റിൽ 50,000 പീസ് PPE കിറ്റ് നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മൊത്തത്തിലുള്ള പർച്ചേസ് ഓർഡർ വന്നു കഴിഞ്ഞാൽ 9,35,00,000 രൂപ വരും. പക്ഷേ അവർക്ക് അതിന്റെ 29% 2.32 കോടി രൂപയാണ് അവർക്ക് നൽകിയിരിക്കുന്ന അഡ്വാൻസ്. അതായത് കേവലം 29% നമുക്ക് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന 50% നിന്ന് താഴെയാണ്, ആ പരിധിക്കുള്ളിൽ നിന്നാണ് ഇത് നിൽക്കുന്നത് എന്ന് 2023 നവംബർ മാസത്തിൽ സർക്കാർ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാണ് CAG പറയുന്നത്. അതായത് KK ശൈലജ പറയുന്നത് അടിയന്തര സാഹചര്യം ആയതുകൊണ്ട് മൊത്തം പണവും കൊടുത്തു എന്ന് പറയുന്നു. എന്നാൽ സർക്കാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, 50,000 ലെറ്റർ ഓഫ് ഇന്റന്റിൽ ഉണ്ടായിരുന്നത്, അതിന്റെ 29% മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന്. എന്നിട്ട് പിന്നീട് സർക്കാർ ചെയ്തത് എന്താണ്? അതിവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2020 മാർച്ച് 31 സാൻഫാർമ എന്ന കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന ഓർഡർ, പർച്ചേസ് ഓർഡർ 50,000-ൻ്റെതല്ല, കേവലം 15,000-ൻ്റെതാണ്.
അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും നൽകാൻ കഴിയും എന്ന് ലെറ്റർ ഓഫ് ഇന്റന്റിൽ ഒരു കമ്പനി പറയുകയാണ്. ആ കണക്കാണ് 50,000. പക്ഷേ സർക്കാർ കൊടുത്തിരിക്കുന്ന പർച്ചേസ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 15,000 മാത്രമാണ്. ആ 15,000ന്റെ 50% മാത്രമേ അങ്ങനെയെങ്കിൽ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ ആ 15,000 ഗുണം 1,550 എത്രയാണോ, അതാണ് 2.32 കോടി രൂപ. അത് മൊത്തത്തിലാണ് സർക്കാർ അഡ്വാൻസ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അവരുടെ അടുത്ത് പിന്നീട് എൻഗേജ് ചെയ്തിട്ടുമില്ല. തന്നെയുമല്ല, അന്ന് ഈ ആരാണ് ഈ സാൻ ഫാർമ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു മറുപടി വന്നിട്ടില്ല. ഒരു വെബ്സൈറ്റ് പോലും ഇക്കാര്യത്തിൽ കാണുന്നു പോലുമില്ല. ആരാണ് സാൻ ഫാർമ എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. തീർച്ചയായിട്ടും അതെ. ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പും സാൻ ഫാർമയെ പറ്റി അന്വേഷിച്ച് നോക്കി, അതിനെപ്പറ്റി അതിന്റെ വെബ്സൈറ്റ് കിട്ടുമെന്ന് നോക്കി. പക്ഷേ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്തെല്ലാം ടോപ്പ് റിസൾട്ടായിട്ട് വരുന്നത് സൺ ഫാർമയാണ്. അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മെഡിക്കൽ കമ്പനിയാണ്. അപ്പൊ അന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ആ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പോലും അന്ന് ഇടതുപക്ഷത്തു നിന്നുള്ള പല ആൾക്കാരും ശ്രമിച്ചിരുന്നതാണ്. ഇനി രണ്ടാമതൊരു വാദം, ശ്രീമതി കെ ശൈലജ തന്നെ ഈ വിവാദം ഉണ്ടായിരുന്ന സമയത്ത് പല പ്രചരണ യോഗങ്ങളിലും മറ്റ് പല സ്ഥലങ്ങളിലും വിശദീകരണ യോഗങ്ങളിലും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിച്ചിരുന്നു. അങ്ങനെ വിശദീകരിച്ചിരുന്ന സമയത്ത് പറഞ്ഞത്, അന്ന് പെട്ടെന്ന് മാർക്കറ്റിൽ PPE കിറ്റിന്റെ വില കൂടിയതിനു ശേഷം നമ്മൾ ഇവർക്ക് ഓർഡർ കൊടുക്കുന്നു. 15,000ന്റെ എണ്ണം കിട്ടിയപ്പോഴേക്കും PPE കിറ്റിന്റെ വില മാർക്കറ്റിൽ കുറഞ്ഞുവെന്നും ബാക്കി ഓർഡർ ക്യാൻസൽ ചെയ്തു. പിന്നീട് PPE കിറ്റുകൾ വാങ്ങിയിരിക്കുന്ന മാർക്കറ്റ് റേറ്റ് ആയിട്ട് ഈ 500 രൂപയ്ക്കാണ് എന്നാണ്. മഞ്ജുഷിന്റെ കയ്യിൽ ഒരുപക്ഷെ ഈ CAG റിപ്പോർട്ട് കാണും. ആ റിപ്പോർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, സാൻ ഫാർമ എന്ന് പറയുന്ന ഒരൊറ്റ കമ്പനിയിൽ നിന്ന് മാത്രമല്ല, അതേ പണം തന്നെ കൊടുത്തിട്ട് ഇന്നോവ് കോഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിൽ നിന്ന് സാൻ ഫാർമയ്ക്ക് കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം 1,550 രൂപ ഒരു കിറ്റിന് വെച്ചിട്ട് വീണ്ടും 15,000 കിറ്റിന്റെ ഓർഡർ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റുള്ള 2 കമ്പനികൾക്ക് കൂടി 1,100 രൂപയ്ക്ക് മുകളിൽ ഇവർ കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അസാധാരണമായ ഒരു കൊള്ള നടന്നിരിക്കുന്നു സർക്കാരിന്റെ ഭാഗത്ത് എന്ന് മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഈ കേട്ടിട്ടില്ലാത്ത കമ്പനികൾ, ഇതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മെഡിക്കൽ എക്യുപ്മെന്റുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ലീസ്റ്റ് ക്രെഡിബിൾ എന്ന് തോന്നാവുന്ന ഒരു സ്ഥാപനം സാൻ ഫാർമയാണ്. കാരണം ഈ CAG ഓഡിറ്റിൽ തന്നെ പറയുന്നുണ്ട് അതൊരു പുതിയ കമ്പനിയാണ്. അവരുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം എന്താണ് എന്നതിനെ പറ്റി സർക്കാർ തോമസ് ഐസക് പറഞ്ഞ ന്യായം അവിടെ പൊളിഞ്ഞടങ്ങുകയാണ്. ഇപ്പോൾ തോമസ് ഐസക് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് CAG എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി എന്ന രീതിയിൽ അദ്ദേഹം വർണ്ണിക്കുകയാണ്. BJP എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടാണ്, അതിനെ ആരും മുഖവിലേക്ക് എടുക്കുന്നുവെന്ന്. അതോടൊപ്പം തന്നെ തോമസ് ഐസക് പറഞ്ഞ കാര്യം ഈ പറയുന്നതാണ്, ഗുണനിലവാരത്തിന്റെ കാര്യം എന്താ സർക്കാരിന് നോക്കേണ്ടതെന്ന്. അങ്ങനെ വരുമ്പോഴാണെങ്കിൽ ഈ കമ്പനിയുടെ ഗുണനിലവാരം എവിടെയാണ് സർക്കാർ അളന്നിട്ടുള്ളത്? അക്കാര്യവും അജ്ഞാതമാണ്. അതും CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മഞ്ജുഷ്, ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ നേരത്തെ ശൈലജ ടീച്ചറിന്റെ ഒരു പ്രസ്താവന വായിച്ചപ്പോൾ അതിന്റെ ആദ്യത്തെ ലൈൻ ഫ്രണ്ട് ലൈൻ വർക്കർമാരെ സംരക്ഷിക്കുക എന്നതായിരുന്നല്ലോ ഏറ്റവും പ്രഥമ ഉത്തരവാദിത്തം എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത, ഈ ഫീൽഡിലുള്ള ആൾക്കാർ പോലും കേട്ടിട്ടില്ലാത്ത പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കമ്പനി, അവരുടെ ഗുണമേന്മ എന്താണ് അവരുടെ ഗുണനിലവാരം എന്നതിനെപ്പറ്റി ആരും തന്നെ പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കമ്പനിയിൽ നിന്ന്, കേട്ടിട്ടില്ലാത്ത ഒരു അൺനോൺ എൻറ്റിറ്റിയിൽ നിന്ന് കുറെ പണം കൊടുത്തതിന് ശേഷം കുറെ സാധനം വാങ്ങിയിട്ട് ഫ്രണ്ട് ലൈൻ വർക്കർമാർക്ക് കൊടുത്തിട്ട് അവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സംരക്ഷണമാണ് അവിടെ ഉള്ളത്? നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഈ ഫ്രണ്ട് ലൈൻ ആയിരുന്നുവെങ്കിൽ ഗുണമേന്മ ഉറപ്പുവരുത്തിയിരിക്കുന്ന പ്രോഡക്റ്റ് അവർക്ക് ലഭ്യമാക്കണമായിരുന്നു. ഇത് പുതുതായിട്ടുള്ള ഒരു കമ്പനി, അവരുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. CAGക്ക് പോലും അക്കാര്യത്തിനെ പറ്റി ബോധ്യമായിട്ടില്ല. എന്നിട്ട് അവരിൽ നിന്ന് നിങ്ങൾ തോന്നിയ 3 വിലയ്ക്ക് നിങ്ങളത് വാങ്ങിയതിനു ശേഷം കൊടുക്കുമ്പോൾ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഈ സാൻ ഫാർമ എന്ന കമ്പനിയുമായിട്ട് മാത്രമായിരുന്നു, അല്ലാതെ ഇവിടുത്തെ കോവിഡ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനോട് ആയിരുന്നില്ല എന്നുള്ളത് ഡോക്ടർ B. ജയരാജ്, ആരാണ് സാൻ ഫാർമ എന്ന് അറിയാമോ?